ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. വാക്യം ഇങ്ങനെയാണ്: യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ഈ രാവിലെ ദൈവസന്നിധിയിൽ ധ്യാനത്തിനു വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ളതാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില ശൂന്യതകൾ, ഒറ്റപ്പെടലുകൾ, വേദനകൾ, കഷ്ടതകൾ, കണ്ണുനീരിൻ്റെ താഴ്വരകൾ, പ്രതീക്ഷ വെച്ചിട്ടും പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയരുവാൻ കഴിയാതെ, ദൈവിക പദ്ധതി കാണാൻ കഴിയാതെ, എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുമ്പോൾ ആ തിരമാലയും ആ കൊടുങ്കാറ്റും ജീവിതത്തെ മുക്കിക്കളയുവാനായി അതിൻ്റെ ശക്തിയോടുകൂടെ പാഞ്ഞെടുത്തു വരുമ്പോൾ, കാറ്റേ അടങ്ങുക, കടലേ അടങ്ങുക എന്ന് പറഞ്ഞ് യേശു അതിനെ ശാസിച്ച് പടകിൽ ശുഭകരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി പിന്നീട് വഴി തെളിഞ്ഞു എന്ന പുസ്തകത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വീശിയടിക്കുന്ന ചില ശൂന്യതകൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, ഇവയിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ, ഇവയിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടാൻ ഏക ആശ്രയം എന്നുള്ളത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. വായിച്ച വാക്യം എല്ലാവർക്കും സുപരിചിതമുള്ള ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ആരംഭ ഭാഗത്ത് കാണുന്ന കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിച്ച അത്ഭുത പ്രവൃത്തി അറിയാത്തവരാരും ഈ ഭൂമിയിൽ ബൈബിൾ പഠിക്കുന്ന ഒരാൾ ഇല്ല. ബൈബിൾ പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാനായിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ആദ്യമായി അത്ഭുതം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുത കഥയാണ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഗലീലയിലെ കാനാവിൽ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയ ഒരു സംഭവകഥ. യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ അതിപ്രധാനമായ വിരുന്നിൽ പ്രധാനപ്പെട്ട പാനീയമാണ് വീഞ്ഞ് എന്നുള്ളത്. മുന്തിരിയിൽ നിന്നും ചാറെടുക്കുന്ന വീഞ്ഞ് യഹൂദൻ്റെ ഏത് വീട്ടിൽ ചെന്നാലും പ്രത്യേകാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, വിശേഷപ്പെട്ടതായ ചടങ്ങുകളിൽ അവർ കൊടുക്കുന്ന ഒരു പാനീയമാണ് വീഞ്ഞ് എന്നുള്ളത്. വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. യഹൂദനെ സംബന്ധിച്ച് മോശപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കല്യാണ വീടാണ്. കല്യാണ വീട്ടിൽ വിളിച്ചു വരുത്തിയിരിക്കുന്ന ആളുകൾക്ക് നല്ല ഫുഡ് കൊടുക്കണം എന്നുള്ളത് ആ വീടിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും വീഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആദ്യത്തെ പന്തി കഴിഞ്ഞപ്പോൾ ആ കലവറയിലിരുന്ന വീഞ്ഞു പാത്രം കാലിയായി. ആ വീഞ്ഞു പാത്രം കാലിയായി കഴിഞ്ഞപ്പോൾ വലിയൊരു നാണക്കേടിൻ്റെ ഒരവസ്ഥ ആ വീട്ടുകാർ സഹിക്കേണ്ടി വരികയാണ്. നമ്മുടെ നാടൻ രീതി പറഞ്ഞാൽ, നമ്മുടെ കല്യാണം, ഈ കേരളത്തിൻ്റെ തനിമയാർന്ന ഒരു കല്യാണമാണെങ്കിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ കല്യാണമാണെങ്കിൽ ഇറച്ചിയും മീനും കൊടുക്കുക അതിപ്രധാനമായൊരു കാര്യമാണ്. ഇറച്ചിയും മീനും ഇല്ലാത്ത ഒരു സദ്യയാണെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ പന്തിയിൽ അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറച്ചി തീർന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ
മീൻ തീർന്നെന്നിരിക്കട്ടെ, അല്ലെ ചിക്കൻ തീർന്നെന്നിരിക്കട്ടെ, എന്താണോ വിശേഷപ്പെട്ടതായി കൊടുക്കുന്നത് അത് തീർന്നെന്നിരിക്കട്ടെ, പിന്നെ അവിടെ ഭയങ്കരമായ ഒരു ലജ്ജാകരമായ ഒരു അവസ്ഥ ആ വീട്ടുകാരെ നേരിടേണ്ടി വരും. ഇതേപോലെ സാഹചര്യമാണ് യഹൂദ വീട്ടിൽ അല്ലെങ്കിൽ ഈ കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത്. വീട്ടിലുള്ള ആളുകളുടെ മുഖം കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ, തലയെടുത്ത് നിന്നവർ കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കല്യാണ വീട്ടിലാകുമ്പോൾ, ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ വീടാകുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ, പേരൻസ് ഉൾപ്പെടെ, ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കസിൻസ് ഒക്കെ അഭിമാനത്തോടു കൂടെ തലയെടുത്ത് നിൽക്കേണ്ട ഒരു മണിക്കൂറാണ്. പക്ഷെ വിരുന്നിൻ്റെ കാര്യത്തിൽ ഇവിടെ വീഞ്ഞു തീർന്ന കാരണത്താൽ, ലജ്ജ കൊണ്ട്, ആ ലജ്ജിക്കപ്പെട്ട കാരണത്താൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ, നാലാൾ അറിഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമാണല്ലോ എന്ന് പറഞ്ഞാൽ വീട്ടുകാരാകെ അങ്കലാപ്പിൽ വലിയ പ്രയാസത്തിൽ കഴിയുമ്പോഴാണ് യേശുവിൻ്റെ അമ്മ വന്ന് യേശുവിനോട് പറയുന്നത്, കുഞ്ഞെ, ഇവിടെ എന്തു തീർന്നു? വീഞ്ഞ് ഇല്ല, വീഞ്ഞില്ല. മറിയ യേശുവിനോട് പറയുകയാണ്, വീഞ്ഞ് തീർന്നു പോയി. യേശു പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്. കോരുവാഴികളോട് പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യ്. കാരണം മറിയയ്ക്ക് ദൃഢനിശ്ചയമുണ്ട്, മറിയയ്ക്ക് ഉറപ്പുണ്ട്, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ അത് നടക്കും. വീഞ്ഞ് തീർന്നെങ്കിൽ ഇനി ഇവിടെ പരിഹരിക്കാൻ പറ്റുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഈ യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് യേശു പറയുന്നു, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന്. എന്നാൽ മറിയ ശുശ്രൂഷക്കാരോട് പറയുന്നു, യേശു എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യ്, അല്ലാതെ വേറൊരു വഴി ഇല്ല. ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്നുകൊണ്ട് നിങ്ങളോടൊരു ദൂത് ഞാൻ കൈമാറാം. ജീവിതത്തിൽ എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ കരങ്ങളും പിൻവാങ്ങുമ്പോൾ, കൂടെ നിന്നവരെല്ലാം പുറകോട്ട് മാറുമ്പോൾ, നീ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന അറിയൂ. എല്ലാവരും ഉണ്ടായിരുന്നിട്ട്, ഊണിലും ഉറക്കത്തിലും എല്ലാവരും ഉണ്ടായിരുന്നിട്ട്, ഒരു സമയത്ത് ആരാരുമില്ലാതിരിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സമയം വരുമ്പോൾ, അതിൻ്റെ ഏകാന്തത എന്ന് പറയുന്ന, അതിൻ്റെ വേദന എന്ന് പറയുന്ന കാര്യം ചെറുത് അല്ല. ഇവിടെ വേദപുസ്തകത്തിൽ കാണുകയാണ്, ഈ വീട് ഒറ്റപ്പെടുന്നത് പോലെ ഒരു അവസ്ഥ കടന്നു വരികയാണ്. എന്നാൽ യേശുവിന് ഈ വീടിൻ്റെ അവസ്ഥയ്ക്ക് നീക്കം വരുത്താൻ കഴിയുമെന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, വീഞ്ഞ് തീർന്നുപോയി. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലെ ശൂന്യതകൾ, നിങ്ങളുടെ വീട്ടിലെ കുറവുകൾ, നിന്റെ പേഴ്സിൻ്റെ കുറവുകൾ, നിന്റെ അക്കൗണ്ടിൻ്റെ കുറവുകൾ, നിന്റെ ആരോഗ്യത്തിൻ്റെ കുറവുകൾ, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൾ, നിന്റെ കുടുംബജീവിതത്തിലെ കുറവുകൾ, നിന്റെ ശരീരത്തിൽ ചില കുറവുകൾ, ആ കുറവുകൾ യേശുവിനോട് നീ പറയേണ്ടതുപോലെ പറഞ്ഞാൽ, യേശുവിൻ്റെ അമ്മ ചെന്ന് യേശുവിനോട് വീഞ്ഞില്ലെന്ന് പറഞ്ഞതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന നീ നിന്റെ ജീവിതത്തിലെ കുറവുകൾ യേശു അപ്പായിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. യേശുവെ, ഇവിടെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ സാമ്പത്തികത്തിൽ, എൻ്റെ ജീവിത നിലവാരത്തിൽ കുറവുകളുണ്ട്. ഈ കുറവുകളെ നികത്തുവാൻ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല യേശുവേ എന്നെനിക്കറിയാം. അതുകൊണ്ട് യേശു എൻ്റെ വിഷയത്തിൽ ഒരു പരിഹാരം വരുത്തി. കാനായിലെ കല്യാണ വീട്ടിലെ വീഞ്ഞ് പോരായ്മ വന്നപ്പോൾ ആ കുറവ് നികത്തിയ യേശുവേ, എൻ്റെ വീട്ടിലെ കുറവ്, എന്നിലെ കുറവ്, എൻ്റെ കുഞ്ഞുങ്ങളിലെ കുറവ്, എൻ്റെ ജോലി, എൻ്റെ സാമ്പത്തിക, എൻ്റെ ശുശ്രൂഷ മേഖലകളിലുള്ള കുറവ് നികത്തി തരണമേ എന്ന് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ കരഞ്ഞാൽ, നിങ്ങളുടെ വിഷയത്തിന് മറുപടി തന്ന് നിങ്ങളെ ശക്തീകരിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടെ നിന്ന് നിങ്ങളെ കൈക്ക് പിടിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം. കുറവ് നികത്തുന്ന ഒരുവൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ കാനാവിലെ കല്യാണ വീട്ടിൽ
യേശുവും തൻ്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അതിന് 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. നോക്കുക, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ വീട് യേശുവുമായി ഒരു വലിയ ബന്ധമുള്ള വീടാണ്. യേശുവുമായി വലിയ ആഴമുള്ള ഒരു വീടാണ്. അല്ലെങ്കിൽ യേശുവിൻ്റെ ഫാമിലിയെ, യേശുവിനെ അവിടെ വിളിക്കണമെന്നില്ല. പക്ഷെ യേശുവിനെയും മാത്രമല്ല, യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെയും ആ വീട് കല്യാണത്തിന് വേണ്ടി വിളിച്ചെങ്കിൽ, യേശു ആ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് കുറവുണ്ടെങ്കിലും ആ കുറവിനെ നികത്തി കൊടുക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം, യേശു ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ അത്ഭുതമുണ്ട്. ഒരു പള്ളിയിൽ ചെന്നാൽ അവിടെ അത്ഭുതമുണ്ട്. ഒരു കടൽപ്പുറത്ത് കിടക്കുന്ന ആ കടലിൽ കിടക്കുന്ന ആ വള്ളത്തിൽ കയറിയാൽ അവിടെ ഒരു അത്ഭുതം നടക്കും. ഒരു ശ്മശാന ഭൂമിയിൽ ചെന്നാൽ അവിടെ ഒരു അത്ഭുതം നടക്കും. എന്തിനേറെ പറയുന്നു, ഏതെങ്കിലും വഴിയിൽ കൂടെ തന്നെ യേശു കടന്നുപോയാൽ ആ വഴിയിരിക്കുന്ന രോഗികൾ മുതൽ അവർക്കെല്ലാം ഒരു അത്ഭുതം നടക്കും. കാരണം യേശു കാല് കുത്തുന്നിടത്ത് അത്ഭുതമുണ്ട്. അങ്ങനെയെങ്കിൽ ഗലീലായിലെ കാനാവിലെ വീട്ടിൽ യേശു ശിഷ്യന്മാരും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് കുറവ് സംഭവിച്ചാലും ആ വീട്ടുകാരിനി ഭാരപ്പെടേണ്ട കാര്യമില്ല, അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. അതിനെ പരിഹരിക്കുവാൻ കഴിവുള്ള, കരുത്തുള്ള ഒരു കർത്താവ് ആ വീട്ടിലുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് ദൂത് പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഞെരുങ്ങി മുമ്പോട്ട് പോകാൻ കഴിയാതെ എവിടെയൊക്കെയോ നിങ്ങൾ പകച്ച് വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. പക്ഷെ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങൾക്ക് വേണ്ടത് നൽകി തരുവാൻ നിങ്ങളുടെ മുമ്പിൽ ആരുമില്ലെന്നിരിക്കാം. പക്ഷെ യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? യേശു നിങ്ങളുടെ വീട്ടിലുണ്ടോ? യേശു നിങ്ങളുടെ ജോലിയിലുണ്ടോ? യേശു നിങ്ങളുടെ വാഹനത്തിലുണ്ടോ? യേശു നിങ്ങളുടെ കമ്പനിയിലുണ്ടോ? യേശു നിങ്ങളുടെ ആ കൊച്ചു കുടുംബത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത് യേശു ഉണ്ടോ? അങ്ങനെയെങ്കിൽ അതിനകത്തെ കുറവും യേശു പരിഹരിച്ച് നൽകും. ഇവിടെ സന്തോഷത്തിൻ്റെ അടയാളമായ വീഞ്ഞാണ് കാണുന്നത്. ആ വീഞ്ഞാണ് തീർന്നുപോയത്. സന്തോഷത്തിൻ്റെ അടയാളമായി യഹൂദന്മാരുടെ കൂടിവരവിൽ അവർ വീഞ്ഞ് പകരുന്നു. പക്ഷെ ആ വീഞ്ഞ് സന്തോഷത്തിൻ്റെ കാരണമാണെങ്കിൽ ആ വീഞ്ഞ് തീർന്നാൽ അവിടെ സന്തോഷം കെട്ടുപോകുകയാണ്. ആ കുടുംബത്തിന് വലിയ നാണക്കേട് സംഭവിക്കുകയാണ്. എന്നാൽ വെറും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വീടിനെ അവരുടെ മുഖച്ഛായയ്ക്ക് കോട്ടം വരാതെ നാലാടെ മുമ്പിൽ അവരെ കീർത്തിയോടുകൂടെ പ്രശംസിക്കത്തക്ക നിലയിൽ അവരെ കൈക്ക് പിടിക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ആ കല്യാണ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ ലോകരാജ്യം മുഴുവനും ഈ കുടുംബത്തെ അറിയാനിടയായത്, ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കാനിടയായത്. അങ്ങനെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരും വന്നില്ലെങ്കിലും, നമ്മുടെ ഉപ്പാപ്പനോ കൊച്ചപ്പനോ ചേട്ടനോ അളിയനോ ആരും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കുറവുകൾ നികത്തി തന്നില്ലെങ്കിലും, നമ്മളെ സഹായിച്ചില്ലെങ്കിലും, സാമ്പത്തികമായി നമ്മുടെ കൈക്ക് പിടിച്ചില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. യേശു ഒരു പടകിൽ കയറിയപ്പോൾ ആ പടകിന്റെ തിരമാലയും ആ പടകിന്റെ മേൽ അടിച്ചതായ ഓളങ്ങളും ശാന്തമായെങ്കിൽ, യേശു നമ്മുടെ വീട്ടിൽ വന്നെങ്കിൽ ഏത് തിരമാലയ്ക്കും ഓളങ്ങൾക്കും സമമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മുടെ ശൂന്യതകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ മറ്റൊരു ഭാഗം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ യേശു കർത്താവ് 3 ദിവസം ഒരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിന്റെ അനന്തരം ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, ഈ പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പി. എന്നാൽ ശിഷ്യന്മാരുടെ കയ്യിൽ അതിനുള്ള പണമില്ല, അപ്പമില്ല, മീനില്ല, ഇറച്ചിയില്ല, എന്തു കൊടുക്കും എന്നറിയത്തില്ല. കാരണം യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് 5-10 പേരല്ല, 4-5 ആളല്ല, 5000-ലധികം പുരുഷാരം യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്നാൽ 5000-ലധികം പുരുഷാരത്തെ കണ്ട്
പ്രസംഗം നടത്തി, പ്രബോധനം നടത്തി, ദൂത് പറഞ്ഞ് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെയും ശക്തിയെയും കുറിച്ച് യേശു വർദ്ധിപ്പിച്ചും വർണ്ണിച്ചും കൊടുത്തിട്ട് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ ആ ശിഷ്യന്മാരുടെ കരം ശൂന്യമാണ്. എന്നാൽ യേശു കർത്താവിന്റെ കയ്യിൽ ഒരു ബാലകന്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും ആമെ കൊണ്ടു കൊടുത്തപ്പോൾ യേശു കർത്താവ് അവരുടെ ജീവിതത്തിൽ സമാധാനവും അതേപോലെ തന്നെ അഭിവൃദ്ധിയും വരുത്തേണ്ടതിന്, ദൈവത്തിന്റെ പദ്ധതി അവരുടെ ജീവിതത്തിൽ കാണേണ്ടതിന് കുറവുകളെ നികത്തുവാൻ യേശു അപ്പം കയ്യിൽ വാങ്ങി. കുറവുകളെ നികത്തുവാൻ യേശു ആ മീൻ കയ്യിൽ വാങ്ങി സ്വർഗത്തിലേക്ക് നോക്കി എല്ലാവരും കാണുകെ പ്രാർത്ഥിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ കൈവശമുള്ളത് കേവലം 5 അപ്പവും 2 മീനും മാത്രമാണ്. എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് പല കൊട്ടകളിൽ വർദ്ധിക്കത്തക്ക നിലയിൽ ആ മരുഭൂമിയിൽ അവിടെ കുറവുകൾ മാറിയിട്ട് നിറവുകൾ സംഭവിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, ആ 5 അപ്പവും 2 മീനും കയ്യിൽ വാങ്ങി സ്വർഗത്തിലേക്ക് നോക്കി യേശു പ്രാർത്ഥിച്ച് അത് തൻ്റെ ശിഷ്യന്മാരുടെ കൈ കൊടുത്തപ്പോൾ അവിടെ അനേക കൊട്ടകളിൽ അത് നിറഞ്ഞിട്ട് അടുത്ത ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: കുറവുകൾ മാറ്റി നിറവുകൾ നൽകി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കുറവുകൾ നികത്തി നിറവുകൾ തരാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട് നിറഞ്ഞ് കവിയും, നിങ്ങളുടെ പണ്ടികശാല നിറഞ്ഞ് കവിയും, നിങ്ങളുടെ തൊഴുത്ത് നിറഞ്ഞ് കവിയും, നിങ്ങളുടെ പേഴ്സ് നിറഞ്ഞ് കവിയും, നിങ്ങളുടെ ജീവിതത്തിലെ ശരീരത്തിലെ ആരോഗ്യം നിറഞ്ഞ് കവിയും. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. എന്നാൽ കരുതി വെക്കുവാൻ യേശു നിനക്കുണ്ടെങ്കിൽ നീ ഒന്നും കൊണ്ട് നിരാശപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യും. 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരെ കയ്യിൽ കൊടുത്ത് അവർ അവരെ പന്തി ഇരുത്തി 5000-ലധികം പുരുഷാരത്തിന് തീറ്റിപ്പോറ്റിയതിന് ശേഷം 12 കൊട്ട മീതി എടുത്തെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് മീതി വരത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. നിങ്ങൾക്ക് ഒരു പരാപരം തന്ന് ദൈവം മാനിക്കുകയല്ല, മീതി തന്ന് ദൈവം മാനിക്കും. എന്തിനറിയാമോ? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും കൂടെ അനുഭവിക്കത്തക്ക നിലയിൽ, നിങ്ങളുടെ ചാർച്ചക്കാർക്കും കൂടെ അനുഭവിക്കത്തക്ക നിലയിൽ. പത്രോസിന്റെ പടക് ശൂന്യമായപ്പോൾ ആ പടകിന്റെ വലതുവശത്ത് വല വീശാൻ പറഞ്ഞപ്പോൾ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ പത്രോസ് അനുസരണമുള്ളവനായി ആ വല വീശിയപ്പോൾ പെരുത്ത മത്സ്യക്കൂട്ടം വലയെ കയറി. അടുത്ത സഹോദര പടകും കൂടെ നിറയത്തക്ക നിലയിൽ പത്രോസിന്റെ പടകിന്റെ ശൂന്യത മാറ്റിയിട്ട് നിറവ് പകർന്നു കൊടുത്തെങ്കിൽ, ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയാ, നിങ്ങളുടെ പടക് നിറയും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ സഹോദര പടകും കൂടെ നിറയും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ സഹോദരിയുടെ പടകും കൂടെ നിറയും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ചാർച്ചക്കാരുടെ പടകും കൂടെ നിറയും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ അയൽവക്കക്കാരുടെ പടകും കൂടെ നിറയും. അങ്ങനെ ഒരു അഭിവൃദ്ധി 2026 ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവി പ്രവചിക്കുകയാ. നിങ്ങൾ ഇനി ആമെ കഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കയില്ല. ശൂന്യതയിൽ കൂടെ പോകാൻ ദൈവം അനുവദിക്കയില്ല. യേശുവിന്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവിടെ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ. ശുശ്രൂഷക്കാരോട് പറയുകയാണ്, യേശു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യ്. എനിക്കറിയാം യേശുവിന് ഈ വിഷയത്തിൽ പരിഹാരം വരുത്താൻ കഴിയും. പത്രോസിനോട് കൽപ്പിച്ചത് പത്രോസ് ചെയ്തപ്പോൾ യേശു അവിടെ മത്സ്യങ്ങളെ കൊടുത്തെങ്കിൽ, ശുശ്രൂഷക്കാരോട് യേശു പറഞ്ഞപ്പോൾ അവർ 6 കൽപാത്രങ്ങൾ, ഏകദേശം 450 മുതൽ 570 ലിറ്റർ വരെ കൊള്ളാവുന്ന 6 കൽപാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി അവർ അതിനകത്ത് വെള്ളം കോരി നിറച്ചു. വക്കോളം നിറച്ചു. പറഞ്ഞതനുസരിച്ചു. യേശു പറഞ്ഞതനുസരിച്ച് വക്കോളം നിറച്ചപ്പോൾ അവിടെ സംഭവിച്ചത്, ആ വക്കോളം നിറച്ച വെള്ളം വീഞ്ഞായി മാറുകയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയാണ്. പച്ചവെള്ളത്തിന്റെ കളർ മാറുന്നു, പച്ചവെള്ളത്തിന്റെ രുചി മാറുന്നു, പച്ചവെള്ളത്തിന്റെ ഗുണം മാറുന്നു, പച്ചവെള്ളത്തിന്റെ നിലവാരം മാറുന്നു. എന്തുകൊണ്ടാണ്? യേശുവിന്റെ ഒരു വാക്കിന്റെ മുമ്പിലാണ്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ.
യേശുവിന്റെ വാക്ക് നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവിന്റെ വാക്കിന് നീ വിധേയപ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ വാക്കിന് വിധേയപ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ, യേശു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി മണ്ഡലങ്ങളെ തുറക്കും, ജോലി മേഖലകളെ തുറക്കും. നിങ്ങളുടെ കുടുംബം യേശുവിന്റെ വാക്ക് കേൾക്കാനും യേശുവിന് വേണ്ടി ജീവിക്കുവാനും യേശു പറയുന്ന കാര്യം അംഗീകരിക്കാനും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ വീടിനകത്തെ ദാരിദ്ര്യം വഴിമാറും, നിങ്ങളുടെ വീടിനകത്ത് ശൂന്യത വഴിമാറും, നിങ്ങളുടെ വീടിനകത്ത് നിറവില്ലാത്ത അവസ്ഥയ്ക്ക് ഒരു അഭിവൃദ്ധി നൽകിയിട്ട് നിങ്ങൾ നിറഞ്ഞവരായി മാറും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അത് ദൈവത്തിന്റെ ശബ്ദമാണ്, അത് ദൈവത്തിന്റെ ആലോചനയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, കാനാവിലെ കല്യാണ വീട്ടിൽ, ഒരു സാധാരണപ്പെട്ടവന്റെ വീട്ടിൽ നിറഞ്ഞ കൽപാത്രങ്ങൾ ശൂന്യമായി മാറിയപ്പോൾ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ട് ആ നിറച്ച വെള്ളം കൊണ്ട് അകത്ത് മിനുസമുള്ള ഭംഗിയുള്ള പാത്രങ്ങൾ കാലിയായിട്ടിരിക്കുമ്പോൾ പുറംപറമ്പിൽ കിടന്ന പാത്രത്തെ ഉപയോഗിച്ച് ദൈവം ആ വീടിന്റെ നിന്ന ഉരുട്ടി മാറ്റിയെങ്കിൽ, പ്രതീക്ഷിക്കാത്ത ചിലരിൽ കൂടെ ദൈവം നിങ്ങളുടെ നിന്ന ഉരുട്ടി മാറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിലരിൽ കൂടെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നിങ്ങൾ ഇതുവരെ കാണാത്ത ചില നന്മകൾ, അഭിവൃദ്ധികൾ ദൈവം നിങ്ങൾക്ക് നൽകും. ഇവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ചതിന് ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. എന്നാൽ വീഞ്ഞ് കുടിച്ചൊരു പറയുകയാണ്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ അത് ചെയ്യുകയായിരുന്നു. അടയാളങ്ങളുടെ ആരംഭം യേശു ഗലീലയിൽ തുടങ്ങി. ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഒരടയാളം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കട്ടെ, ഒരടയാളം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. ശൂന്യതകൾ മാറുന്ന ഒരു നിറഞ്ഞു പൊങ്ങുന്ന ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ദൂത് പറയാം, നിങ്ങളുടെ വീട് നിറഞ്ഞു കവിയും, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും, നിങ്ങളുടെ പാണ്ഡികശാലകൾ നിറഞ്ഞു കവിയും, നിങ്ങളുടെ കന്നുകാലികൾ ചത്തുപോകില്ല, നിങ്ങളുടെ തൊഴുത്തിനകത്ത് ശൂന്യത വരത്തില്ല, നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. യേശു പറയുന്ന ഒരു വാക്ക് കേട്ടാൽ മതി. യേശു എന്ത് നിങ്ങളോട് പറയുന്നോ അത് നിങ്ങൾ ചെയ്താൽ മതി. നിറവ് ദൈവം തരും. ശൂന്യമായി കിടക്കുന്ന അവസ്ഥയ്ക്ക് നീക്കുപോക്ക് ദൈവം തരും. നിങ്ങൾ നാലാടെ മുമ്പിൽ മാനിക്കപ്പെടും. നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു പ്രശംസാ കിരീടമായി മാറും. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, നിങ്ങളുടെ ഏത് ശൂന്യതയാണ്, ഏത് അവസ്ഥയാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കരയുന്നത്, ഏത് അവസ്ഥയിൽ കൂടെയാ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചോ, കുഞ്ഞുങ്ങൾ നിന്നെ ഉപേക്ഷിച്ചോ, നീയും നിന്റെ കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കാണോ, നിന്റെ വീടിനകത്ത് നീ കരയുകയാണോ, നിന്നെ സഹായിക്കാൻ ആരുമില്ലേ, കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ ആരുമില്ലേ, കുഞ്ഞിനെ പഠിക്കാൻ കഴിയുന്നില്ലേ, നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലേ, ഇന്നലകളിൽ നന്നായി പഠിച്ചിട്ട് ഇന്ന് നിന്റെ കുഞ്ഞ് ബുദ്ധിമണ്ഡലങ്ങളിൽ എവിടെയോ തകർച്ച സംഭവിച്ചു കിടക്കുകയാണോ? ഇന്ന് രാവിലെ യേശു പറയുന്നത് കേൾക്കൂ. യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിനായി സമർപ്പിക്കൂ. കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ നിങ്ങൾ വലയിറക്കൂ. കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ നിങ്ങൾ വെള്ളം കോരി നിറയ്ക്കൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇങ്ങനെ പറയാം, നിങ്ങളുടെ ജീവിതത്തിലും കാനാവിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതം പോലെ നിങ്ങളുടെ വീട്ടിലും ഒരത്ഭുതം നടക്കും. നിന്റെ കൊച്ചിനെ കെട്ടിക്കാനുള്ളത് കർത്താവ് നിന്റെ കയ്യിൽ തരും. നിന്റെ മക്കൾക്ക് പഠിക്കാനുള്ളത് കർത്താവ് നിങ്ങളുടെ കയ്യിൽ തരും. നിന്നെ സ്നേഹിക്കേണ്ടവരും കൂടെ കിടക്കേണ്ടവരും കരുതേണ്ടവരും നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടത് സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ ശൂന്യത മാറും. ഒരു നിറവ് ദൈവം നിനക്ക് നൽകും. ഞാൻ പ്രാർത്ഥിക്കട്ടെ, എൻ്റെ കൂടെ ചേർന്ന് വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ലോകമെമ്പാടും ഗ്രേസ് ടിവിയുടെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാം, നിങ്ങൾ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പറഞ്ഞത് ആ ശുശ്രൂഷക്കാർ കേട്ടതുപോലെ നിങ്ങളും യേശു പറയുന്നത് കേട്ടാൽ മതി. ഒരു നിറവ് നിങ്ങളുടെ വീട്ടിലുണ്ടാകും. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണേ. ദൈവകൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. എല്ലാ അന്ധകാര ശക്തികളും
എല്ലാ പോരുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കണമേ കർത്താവേ. ചില ശൂന്യതകൾ, കുടുംബജീവിതത്തിലെ ശൂന്യത, ആരോഗ്യ മേഖലയിലെ ശൂന്യത, സാമ്പത്തിക മണ്ഡലത്തിലെ ശൂന്യത നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു. അതിലൊരു വ്യത്യാസം ഇന്ന് പകൽ ഉണ്ടാകണം. ഒരു നിറവ് കർത്താവ് കൊടുക്കണം. പത്രോസിന്റെ പടകിനെ നിറച്ചതുപോലെ, കാനാവിലെ കൽപാത്രങ്ങളിൽ ആമൻ നിറച്ച വെള്ളത്തിൽ ഒരു നിറവ് വന്നതുപോലെ കർത്താവെ ഇവരുടെ ജീവിതത്തിലും ഇവരുടെ കുടുംബ ജീവിതത്തിലും ഇവരുടെ വ്യക്തിപരമായ എല്ലാ മേഖലകളിലും ഇവർ ചവിട്ടിക്കേറുന്ന പടവുകളിലും ഒരു നിറവ് കൊടുത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ പുറകോട്ട് നോക്കാൻ അനുവദിക്കല്ല, ക്ഷീണിച്ചു പോകാൻ അനുവദിക്കല്ല, തകർന്നു പോകാൻ അനുവദിക്കല്ല. യേശുവിന്റെ രക്തത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവെ, ഈ വചനം വെച്ച് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു പറയുന്നത് അനുസരിച്ച്, യേശു എന്ത് പറഞ്ഞാലും അതങ്ങനെ ചെയ്യാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.